Jitendra Singh, the minister, getting call after call from Mr. Amit Shah. So he was pretty clear, he was aware of what was going on the street. Now, there are two possibilities. Possibility number one is he gave the order to shoot people with pellet guns, to beat people with lathis with nails, to use electric batons on people, or he didn't know what was happening. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് അമിത്ഷാ എന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി. അമിത്ഷാ സഭയിൽ വരാത്തതിനെയും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു. വെടിവെപ്പേ ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗ് മറുപടി നൽകി. പിന്നാലെ പെല്ലറ്റ് തോക്കുകളിൽ നിന്ന് വെടിയേറ്റവരുടെ ചിത്രങ്ങളുമായി രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തി. പോലീസുകാർക്ക് ആണി തറച്ച ലാത്തി എവിടെ നിന്ന് കിട്ടിയെന്ന് രാഹുൽ ചോദിച്ചു. അമിത്ഷായുടെ രാജിയാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. SFI നേതാവ് ഐഷി ഘോഷിന്റെ അറസ്റ്റ് നാളെ വരെ കോടതി തടഞ്ഞിട്ടുണ്ട്. ഡൽഹി പോലീസ് വിദ്യാർത്ഥി വേട്ട തുടരുകയാണെന്ന് ഐഷി ഘോഷ് ആരോപിച്ചു. ചർച്ചയിൽ വി ശിവദാസൻ MP, VS ജിതിൻ ദേവ് BJP, പ്രമോദ് പുഴങ്കര അഭിഭാഷകൻ, വസന്ത് സിറെ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ VS ജിതിൻ ദേവ്, വെടിവെപ്പേ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറയുമ്പോൾ 7 റൗണ്ട് RAF പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈ പെല്ലറ്റ് കൊണ്ട ആളുകൾ അവർ ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ഒരാളുടെ കാഴ്ചശക്തി പോകും എന്ന നിലയാണ്. എന്നിട്ടും തോക്ക് ഉപയോഗിച്ചില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കുന്നു? രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? അത് അഭിലാഷിന് ഈ പെല്ലറ്റ് ഗണ്ണും AK-47 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്ത പ്രശ്നമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പം അതിഭയാനകവും ക്രൂരവുമായ രീതിയിലാണ് ഓരോ സമരങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പഴയകാല ചരിത്രങ്ങൾ, ഒരു 10 കൊല്ലത്തെ ചരിത്രം എടുത്ത് അങ്ങ് പരിശോധിക്കാൻ തയ്യാറാവണം. എന്തുമാത്രം അതിക്രമങ്ങളാണ് കുട്ടികൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതികളായിക്കോട്ടെ. ABVP-കാരുണ്ട്, യുവമോർച്ചക്കാരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ അതിക്രൂരമായ ഇതുണ്ടായിട്ടുണ്ട്. മന്ത്രി കേരളത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആണി തറച്ച ലാത്തി ഷെല്ല് ഉപയോഗിച്ചിട്ടില്ലേ? ഷെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണീർ വാതക ഷെല്ല്. ലാത്തി ഉപയോഗിച്ചതിന്റെ ചരിത്രം കേൾക്കണോ? ആണി തറച്ച ലാത്തി കേരളത്തിൽ ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസുകാർ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പോലീസ് അടിച്ചിട്ടുണ്ടെന്നേ ഞാൻ ചോദിക്കുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ കേരളത്തിൽ? അതേ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പൈസ ഇതിന് കൊടുത്തെങ്കിൽ അതും ഉപയോഗിച്ചേനെ. കയ്യിലില്ല. ഉള്ള ആയുധങ്ങൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. തോക്കൊഴികെ ബാക്കിയെല്ലാം കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതും ഉപയോഗിച്ചേനെ. ഉപയോഗിച്ചിരുന്നേനെ നമ്മൾ ഈ രാത്രി ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം, ഡൽഹിയിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് SOP അനുസരിച്ചല്ല. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് RAF-ന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ അഭിപ്രായമുണ്ട്. RAF-ന്റെ മേധാവി ഈ കാര്യം അവരുടെ കേഡേഴ്സിനോട് വ്യക്തമായി പറഞ്ഞതുമാണ്. അപ്പോൾ തോന്നുന്നത് പോലെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ആരവർക്ക് ഉത്തരവ് കൊടുത്തു? ആരവർക്ക് നിർദ്ദേശം കൊടുത്തു? ആരാണ് അതിന്റെ ഉത്തരവാദി? അതാണ് ഇന്ന് പാർലമെന്റിൽ ഉയർന്ന ചോദ്യം. അതിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്നുകിൽ അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അമിത്ഷാ അറിയാതെ. അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. അമിത്ഷാ അറിയാതെയാണെങ്കിൽ അത് കഴിവുകേടാണ്. ഈ വിഷയത്തിന് ഉത്തരം പറയാതെ പറഞ്ഞ കാര്യങ്ങൾ രേഖയിൽ നിന്ന് നീക്കിയിട്ട് കാര്യമുണ്ടോ? ഏത് കാര്യമാണ് രേഖയിൽ നിന്ന് നീക്കിയത് അഭിലാഷേ? പാർലമെന്റിൽ വന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ രേഖയിൽ നിന്ന് ഒഴിവാക്കിയത്? ഇഡിയറ്റ് നോക്കൂ. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്, 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. 1 കുട്ടികൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ. 2 വിഡ്ഢികൾ. 3 അന്ധമായി ബ്ലൈൻഡായിട്ട് ഇവരെ വിശ്വസിക്കുന്നവർ. ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ഒരു ഭരണപക്ഷത്തിന് നേരെ ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരെയല്ലേ, എതിർവശത്തിരിക്കുന്നവർക്കെതിരെയല്ലേ ആർഗ്യുമെന്റ് വരുന്നത്? അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ BJP ഓടളക്കി വന്നൊന്നുമല്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ലേ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി? സ്വയം വിഡ്ഢിയായ ഒരു മനുഷ്യൻ ഏതോ ഒരു മതിഭ്രമത്തിലാണ്. താങ്കൾ ആ പ്രസംഗം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു സ്റ്റുഡന്റും അദ്ദേഹവും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ സ്റ്റുഡന്റ് 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയാണ്. അതിൽ ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റുഡന്റ് കഴിഞ്ഞ പിന്നെ രണ്ടാമത് പറഞ്ഞ ഇഡിയറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, മറ്റൊരാളെ കേൾക്കാൻ, മറ്റൊരാളെ ലിസൺ ചെയ്യാൻ
തയ്യാറാവാത്ത ഒരാളെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. ആ ഒരാൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇഡിയറ്റ്സ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ഭരണപക്ഷത്തുള്ള ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, അങ്ങനത്തെ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. 3 തരം ആളുകളാണുള്ളത്. 1 സ്റ്റുഡന്റ്, 2 ഇഡിയറ്റ്, 3 അന്ധഭക്ത. 3 പേരുടെയും സവിശേഷതകളാണ് വിശദീകരിച്ചത്. ഞാൻ പറയുന്നത് മാത്രം ശരി, എനിക്ക് വേറൊന്നും കേൾക്കണ്ട എന്ന മനോഭാവമുള്ള ആളുകൾ ഇഡിയറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭരണപക്ഷത്തെ അവഹേളിക്കലാവുക? ജഗതി ഒരു സിനിമയിൽ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞതുപോലെയല്ലേ അത്? ഞാൻ ഈ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരുനാപ്പള്ളി വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു മാതൃഭൂമി ചർച്ചയ്ക്ക് പോകുന്നു. ആരാണ് ആങ്കർ? അപ്പോൾ പറഞ്ഞു അഭിലാഷ് മോഹനാണ്. അയ്യോ, ആ സംസാരിക്കാൻ അനുവദിക്കാത്ത ആ ഇഡിയറ്റിന്റെ ചർച്ചയിൽ ഇരിക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഇങ്ങനൊരു സാങ്കല്പിക കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ എന്റെ വാദമല്ലാതായി മാറും അഭിലാഷ് മോഹൻ. മനസ്സിലായില്ലേ? നിങ്ങളെ പറ്റി പറയുന്ന ആക്ഷേപമാണ്. വേണ്ട, എനിക്ക് അങ്ങനെ വാദമേ ഇല്ല. എനിക്ക് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ബഹുമാനമേ ഉള്ളൂ. നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ സാങ്കല്പികതകളൊക്കെ ഉണ്ടാക്കാം. അഭിലാഷ്, ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നോക്കൂ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിന്മേൽ കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവരുന്നു, നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. ആ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഈ രാജ്യത്തെ സർക്കാർ പ്രതിപക്ഷത്തിന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങ് പരിശോധിക്കൂ, ഇന്ന് പാർലമെന്റിൽ ഈ 10-50 പേരുകൾ സംസാരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു വാലിഡായിട്ടുള്ള നിർദ്ദേശം, ഒരു ഭേദഗതി, ഒരു അമെന്റ്മെന്റിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞോ? രാഹുൽ ഗാന്ധി പറഞ്ഞോ? അദ്ദേഹം എന്തൊക്കെയെന്ന് പറഞ്ഞത്? ശരി, ഇഡിയറ്റ് അങ്ങ് എന്ത് വേണമെങ്കിലും ബാധിച്ചോളൂ. ഞാൻ അമിത്ഷാ വരുന്നത് കണ്ടു, 30 കാറുകളുടെ അകമ്പടിയോടെ. ഞാൻ ആ കാറിനകത്തൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കിടുകിടാ വിറയ്ക്കുകയായിരുന്നു. ഇതൊക്കെ ചുമ്മാതെ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, സാങ്കല്പിക കഥകൾ പറയാനല്ലേ ശ്രമിക്കുന്നത്. ഇവരെല്ലാം ജൻസിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഡെലൂലുല, ഒരു മതിഭ്രമത്തിലാണ്. എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ടും എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ പറയും, അയ്യോ രാഹുൽജി അങ്ങ് കയറി അങ്ങ് ഇരുന്നോ, മോഡി ഇങ്ങോട്ട് മാറ്, അങ്ങ് കയറി ഇരുന്നോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് ഇതെല്ലാം. അതിനു വേണ്ടിയിട്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ ഉപയോഗിക്കാൻ കോൺഗ്രസും അമിത്ഷാ വിറച്ചില്ലയോ? പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ പോർഷനിലാണല്ലോ ഈ ഇഡിയറ്റ് പരാമർശം വരുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിനെയോ നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഒന്നും പേരെടുത്തെന്നല്ല, പരോക്ഷമായും പരാമർശിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ 3 തരം ആളുകളാണുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ 3 തരം ആളുകളാണുള്ളത്. സ്റ്റുഡന്റിന്റെ ഡെഫിനിഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഫൂളിന്റെ ഇഡിയറ്റിന്റെ ഡെഫിനിഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു, അന്ധഭക്തിന്റെ ഡെഫിനിഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിൽ ഈ ഇഡിയറ്റിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താ? ആരാണെന്ന് പറഞ്ഞില്ലല്ലോ, ആരെക്കുറിച്ചും ആരോപണം പറഞ്ഞില്ലല്ലോ, പേരെന്നല്ലെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ചിലപ്പോ അത് പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും. അങ്ങനെ എന്നെ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കണം. രാഹുൽ പറയട്ടെ. അല്ല, അഭിലാഷ് മോഹന് തോന്നിയത് അങ്ങനെ ആയിരിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബിജെപിയുടെ തോന്നലല്ല പറഞ്ഞത്, അഭിലാഷ് മോഹന്റെ തോന്നലിനെ പറ്റിയാണ് പറഞ്ഞത്. നോക്കൂ, രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? ഈ സമരരംഗത്തുള്ള ഒരു കുട്ടിയുമായി ഞാൻ സംസാരിച്ചു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. സമരം ചെയ്യുന്ന കുട്ടി എന്നോട് പറഞ്ഞു 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് സ്റ്റുഡൻസ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ആൾക്കാർ, സ്റ്റുഡൻസ്. രണ്ടാമത്തെ ആൾക്കാർ ഇഡിയറ്റ്സ്. അവർ കരുതും അവരാണ് എല്ലാം എന്ന്. അവരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത്തരത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരാണ്. ആരാണ് പറഞ്ഞതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? സമരരംഗത്ത് നിൽക്കുന്ന ആളാണ്. സമരരംഗത്ത് നിൽക്കുന്ന ആൾ എന്തായാലും നരേന്ദ്രമോദി സൂപ്പറാണ്, നരേന്ദ്രമോദിയോട് എനിക്ക് ഇതാണത് പറയുമോ? പറയില്ല. സമരരംഗത്ത് നിൽക്കുന്ന ഒരു NSUവിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഐസായോടോ SFIയോടോ സ്റ്റുഡന്റിനോടോ ആയിരിക്കാം രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇത്തരത്തിലുള്ള വാദങ്ങൾ പറയുമ്പോഴേ ഈ പറയുന്നത് പോലെ എന്താ പറയുക, കാല് വെക്കുമ്പോഴേ അറിയാം എന്തിനാണെന്നുള്ളതെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള വാദങ്ങളോടെ രാഹുൽ ഗാന്ധി ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ ഹിന്ദുക്കളെല്ലാം ഭീകരവാദികളാണെന്ന്? എനിക്ക് അങ്ങനെ പോവരുത്. എനിക്ക് പറയാനുള്ള വാദം അങ്ങ് കേട്ടില്ല. പാർലമെന്റിൽ വരുന്നതിനെല്ലാം പാർലമെന്റിൽ ചർച്ചകൾ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറല്ല. ഒരൊറ്റ കാര്യം മാത്രം ഇന്ന് തേജസ്വി സൂര്യ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വാദമുണ്ട്. ഉത്തർപ്രദേശില് 1993 ആന്റി കോപ്പിംഗ് ലാ ഉണ്ടാക്കി. ആ സമയത്ത്
ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയുള്ള ഇവരുടെ സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ നിയമം പിൻവലിക്കുമായിരുന്നു. ഇന്ന് പാർലമെന്റിൽ കേട്ടില്ലേ എത്രത്തോളം ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെയും UPയുടെയും കാലഘട്ടത്തിൽ. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന അപ്പൊ ജനങ്ങളും കുട്ടികളും ഒക്കെ ഇത് മനസ്സിലാക്കി തുടങ്ങിയത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നരേന്ദ്രമോദി ഈ നാട്ടിലെ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ച് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ആണ്. രാഹുൽ ഗാന്ധി കുട്ടികളെ സമയത്ത് ക്രിഞ്ചാണ്. ഈ ദലൂരിൽ നടക്കുന്ന ഈ മനുഷ്യനെ ജനം തിരിച്ചറിയുന്നുണ്ട്, ഇന്ന് കുട്ടികളും തിരിച്ചറിയും. ശരി, ഓക്കെ, അതാണ് BJP ടേക്ക്. ശ്രീ വി ശിവദാസൻ MP, വിദ്യാർത്ഥികൾ ഇപ്പോഴും വേട്ട എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഐഷി ഘോഷിനെ തേടി ഇന്നലെ AKG ഭവനിലാണ് പോലീസ് വന്നത്. നാളെയും വരുമായിരിക്കും. നാളെ കോടതി ഉത്തരവ് എന്താകുമോ അതനുസരിച്ച്. ഇവിടെ ഇപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഇനി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തു, അതുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾ വാലിഡ് ആവുന്നില്ല എന്നുണ്ടോ? യാതൊരു തരത്തിലും തോക്കുപയോഗിച്ചിട്ടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം നിലനിൽക്കുന്നതാണോ? താങ്കൾ അവിടെ ഈ സമരവേദിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഒന്ന്, ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ നേരിടുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള എല്ലാ മാരക ആയുധങ്ങളും ഇവർ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞല്ലോ ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥിയും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ക്രൂരമർദ്ദനത്തെക്കുറിച്ച്. ആണിതറച്ചിട്ടുള്ള ലാത്തി, ആ അടിയേറ്റിട്ട് 46 വിദ്യാർത്ഥികൾ RMLൽ മാത്രം അന്ന് എത്തിയിട്ടുണ്ട്. 46 വിദ്യാർത്ഥികൾ. എയിംസിലേക്ക് വിദ്യാർത്ഥികൾ പോയി, സഫ്ദർജംഗ് ഹോസ്പിറ്റലെത്തി, ഡൽഹിയിലെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വിദ്യാർത്ഥികൾ എത്തുകയുണ്ടായി. എന്നുവെച്ചാൽ ആണി തറച്ച ലാത്തി കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റുവാങ്ങിയ അടിയായിരുന്നു അതിൽ കാരണം. ഞങ്ങൾ വാഹനം പോലീസിനോട് കയർത്ത് സംസാരിച്ച് പോലീസ് വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് 25ഓളം വരുന്ന വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുകയുണ്ടായി, അതിൽ നിറക്കുകയുണ്ടായി. ആ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള അടിയെക്കുറിച്ച് അവർ പറഞ്ഞു. അതിൽ പല വിദ്യാർത്ഥികളുടെയും ശരീരത്തിൽ നിന്നാകെ ചോര വാർന്നൊഴുകുകയായിരുന്നു. ആ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ലാത്തി എന്ന് പറയുന്നത് ആണി അടിച്ചിട്ടുള്ള ലാത്തിയായിരുന്നു. അതിലൊരു സ്വാമിയും ഉണ്ടായിരുന്നു. ഒരു യാദൃശികമായിട്ട് അവിടെ എത്തിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്വാമിയും അവസ്ഥയിലുണ്ടായിരുന്നു. ഒന്ന്, വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിന് വേണ്ടി സകല ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ആഭ്യന്തര വകുപ്പ് അനുമതി കൊടുക്കണം. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് അമിത്ഷായാണ്. അതുകൊണ്ടാണ് അമിത്ഷാ രാജിവെക്കണമെന്നും അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചത്. എത്രമാത്രം നീചമായിട്ടുള്ള കൃത്യമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഈ ബില്ല് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിയമമാക്കി കഴിഞ്ഞാൽ രാജ്യത്തിന് പരീക്ഷാ കോപ്പിയടിയുടെയും പരീക്ഷാ ക്രമക്കേടുകളുടെയും ഒരു വിഷയം ഉണ്ടാവില്ല എന്നാണല്ലോ ഇവർ പറയുന്നത്. എന്ത് അബദ്ധമാണ് ഇവർ പറയുന്നത്? ഇപ്പോഴുള്ള നിയമത്തിനകത്തെ പണിഷ്മെന്റ് വ്യവസ്ഥ ഒന്നുകൂടി കടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പരീക്ഷാ ചോർച്ചയുടെ വിഷയമാകി ഇല്ലാതാക്കും എന്ന് പറയുന്നത് എത്രമാത്രം മാനസിക നില തകരാറായിട്ടുള്ള ആൾക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ബില്ല് മുമ്പോട്ട് വച്ചിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിന് ഒരു കാര്യം കൂടി അവർ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ബില്ല് മുൻപോട്ട് വെക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താണ്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നുള്ളത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്, അതിൻ്റെ കണക്കൊക്കെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നേരത്തെ ഇത്തരത്തിലുള്ള ഏജൻസി ഇവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ എല്ലാ പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതലയുള്ള ഒരു ഏജൻസിയെ ഒരു ഗവൺമെൻറ്റും നിശ്ചയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? സംസ്ഥാനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും വ്യത്യസ്തങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ചുമതലയിലാണ് എൻട്രൻസ് പരീക്ഷകളും മറ്റുമൊക്കെ നടന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ നടക്കുമ്പോൾ ആ സർവകലാശാലയ്ക്ക് വിവിധ മേഖലയിലെ മെറിറ്റ് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് എൻട്രൻസ് പരീക്ഷ നടത്താൻ പറ്റും. ബാക്ക്വേർഡായിട്ടുള്ള ജില്ലകൾക്ക്, അതുപോലെ വിദ്യാർത്ഥിനികൾക്ക്, അതിനപ്പുറത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ആദിവാസി ദളിത് ജനവിഭാഗങ്ങൾക്കൊക്കെ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് കുറേ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെത്തിയത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇഫ്ലൂവിൽ അങ്ങനെയുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു പരീക്ഷാ സംവിധാനം ഉണ്ടായി. രാജ്യത്ത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഉയർത്തിയിട്ടുള്ള പ്രക്ഷോഭമുണ്ടല്ലോ, ആ തമിഴ്നാട്ടിലെ പ്രക്ഷോഭം അവരെന്താ മുദ്രാവാക്യം വിളിച്ചത്? ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾക്ക് ആര് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നീറ്റ് പരീക്ഷയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് തമിഴ്നാട്ടിലെ സർക്കാർ വിളിച്ച മുദ്രാവാക്യം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നേരത്തെ ഇത്തരത്തിലൊരു ഏകീകൃതമായിട്ടൊരു പരീക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് BJPയുടെ പ്രതിനിധി അത് തിരുത്തണം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ വൈജാത്യത്തെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ
പ്രാതിനിധ്യത്തെ എല്ലാം അടയാളപ്പെടുത്തുന്ന ഫെഡറൽ സ്ട്രക്ചർ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ പൂർണ്ണമായും തകർത്തിട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനും അതോടൊപ്പം അമിത്ഷാ രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയണം എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് ബിജെപിക്ക് മര്യാദയുണ്ടെങ്കിൽ ബിജെപി ഇപ്പോൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം. ശരി, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, കേന്ദ്ര സർക്കാരിന്റെ വാദം തോക്കുപയോഗിച്ചിട്ടില്ല, വെടിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. ടിയർ ഗ്യാസ് ആണ് പ്രയോഗിച്ചത് എന്ന് മന്ത്രി ലോക്സഭയിൽ പറയുന്നു. പക്ഷെ പെല്ലറ്റ് ഗൺ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആളുകളെ വെടിവെച്ച് കൊന്നില്ല എന്നുള്ളത് കൊണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ച് SOP പാലിക്കാതെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാം എന്നുണ്ടോ? പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയുടെ കണ്ണടക്കം പോയി നിൽക്കുമ്പോൾ ഞങ്ങൾ വെടിവെച്ചിട്ടില്ല എന്ന വാദം നിലനിൽക്കുമോ? അല്ല, ഇതിന് വാസ്തവത്തിൽ കൃത്യമായ ഉത്തരവാദിത്വമുള്ളതും മറുപടി പറയേണ്ടതും കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രിയുമാണ്. അവരുടെ നേരിട്ട് ഭരണ ചുമതലയുള്ള കേന്ദ്ര സായുധ പോലീസാണ് ഈ ആക്രമണം നടത്തിയത് മുഴുവൻ. ഡൽഹി പോലീസ് അടക്കം ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള പോലീസാണ് ഈ ആക്രമണം നടത്തിയത് മുഴുവൻ. ഇതാണ് ചിലൊരു പാറ്റേണിന് കീഴിൽ വരുന്നതാണ്. മോദി ഗവൺമെൻറ് ഇപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് കാശ്മീരിലാണ് ഏറ്റവും അതിഭീകരമായ രീതിയിൽ കാശ്മീരിലെ ആളുകളുടെ പ്രക്ഷോഭത്തെ, സമരത്തെ, പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അതിഭീകരമായ രീതിയിൽ യാതൊരു വിവേചനവുമില്ലാതെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക്, അക്ഷരാർത്ഥത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് അതിഗുരുതരമായ പരിക്ക് പറ്റുകയും നിരവധി പേരുടെ കാഴ്ചശക്തി അടക്കം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഈ ബുർഹാൻ വാനിയുടെ കൊലപാതകത്തിന് ശേഷം, ബുർഹാൻ വാനിയുടെ വധത്തിന് ശേഷം കാശ്മീരിലുണ്ടായ ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ, സെക്യൂരിറ്റി ഫോഴ്സസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് നിരവധി ആളുകളുടെ സമാധാനപരമായി പ്രതിഷേധം നടത്തിയവരാകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്രമാസക്തമായി ആയുധങ്ങളൊന്നുമില്ലാതെ സ്റ്റോൺ പെൽറ്റിംഗ് എന്ന് പിന്നീട് വിളിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം നടത്തിയവരാകട്ടെ, ഇവർക്കെല്ലാം നേരെ ഒരു വിവേചനവുമില്ലാതെ ഭരണകൂടം ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൻ്റെ ഫലമായി കാഴ്ച നഷ്ടപ്പെട്ട പലരെയും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അന്ന് അതിൻ്റെ ഫാക്ട് ഫൈൻഡിങ് ടീമിൻ്റെ ഭാഗമായിട്ട് പോവുകയും കാശ്മീരിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി വീട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടി പറയുന്നത്, എനിക്ക് കാഴ്ച തിരിച്ചു തരാമെന്ന് മെഹബൂബ ദീദി പറഞ്ഞിട്ടുണ്ട് എന്നാണ്, കാശ്മീർ മുഖ്യമന്ത്രി ആയിരുന്നവർ. അത്രയും ഹൃദയഭേദകമായ കാഴ്ചകളാണ് കാശ്മീരിൽ നമുക്ക്. ഇത് പെല്ലറ്റ് ഗണ്ണൊക്കെ കാശ്മീരിലെ ഭരണകൂട ഭീകരതയുടെ ഒരു ചെറിയ കാര്യമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ കാശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് പെല്ലറ്റ് ഗൺ എത്തുന്നത് മോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതിഷേധങ്ങളെ അക്രമാസക്തമായി നേരിടുന്നത് എന്നും ഭരണകൂട ഹിംസയുടെ കണ്ണും മൂക്കുമില്ലാത്ത ആക്രമണം എങ്ങനെയാണ് ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ്. ഇത് ആന്റി CAA പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരത്തിനെ ഇതേപോലെ ഭീകരമായാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. ഇത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ സമരം നടത്തിയപ്പോൾ, ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധം നടത്തിയപ്പോൾ ഒരു അനുവാദവും കൂടാതെ സർവകലാശാല ലൈബ്രറിക്ക് അകത്ത് കയറിക്കൊണ്ട് അവിടെ അടിച്ച് തകർക്കുകയും വിദ്യാർത്ഥികളെ അതിഭീകരമായി വേട്ടയാടുകയുമാണ് പോലീസ് ചെയ്തത്. ഇത് തന്നെയാണ് ഇത് ഒരു തരത്തിൽ ഈ പറയുന്ന ഈ ഹിംസ എന്ന് പറയുന്നത്, പ്രതിഷേധങ്ങളോടുള്ള ഹിംസ, ഭരണകൂട ഹിംസ എന്ന് പറയുന്നത് കേവലം ഭരണകൂടത്തിൻ്റെ മാത്രമാകുന്നില്ല. ഈ മോദി സർക്കാർ കീഴിൽ സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി കൂടിയാണ്. എല്ലാ പ്രതിഷേധങ്ങളെയും അനിഹിലേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അത് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചത്. ജൂലൈ 20-ാം തീയതിയുള്ള പ്രൊട്ടസ്റ്റിന് നേരെ നടന്ന അതിഭീകരമായ ആക്രമണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാത്തരം പ്രതിഷേധങ്ങളെയും കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് ഇല്ലാതാക്കുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു കൾമിനേഷൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സ്ട്രോങ് മാൻ ഇമേജ് എന്ന് പറയുന്ന മോദിയുടെ ഒരു ഫാഷിസ്റ്റ് ലീഡറുടെ ഏറ്റവും സർവാധികാരിയായ സർവശക്തനായ ഇമേജ് എന്ന് പറഞ്ഞതാണ് പതുക്കെ പതുക്കെ ഒരു കടലാസ് പുലിയുടേതാണ് എന്ന മട്ടിൽ കൊഴിഞ്ഞു പോകുന്നത്. അതിന് പാർലമെന്റിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിനടക്കം RSSന്റെ സംഘപരിവാറിന്റെയും മോദി സർക്കാരിന് പിന്തുണ നൽകുന്ന പൊളിറ്റിക്കൽ ഗുണ്ടകൾ അടക്കമാണ് വടിയും പിടിച്ച് ലാത്തിയും പിടിച്ച് വിദ്യാർത്ഥികളെ തല്ലിയത് എന്നും ആക്രമിച്ചതെന്നും നമ്മൾ ആ സമരത്തിന്റെ വീഡിയോകളിൽ നിന്നടക്കം ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഇതിനും ഈ പെല്ലറ്റ് ഗൺ
ഉപയോഗിച്ചതിനും അമിത്ഷാ ഉത്തരം പറയുക തന്നെ വേണം. അത് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ എല്ലാ കാലത്തും അവർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ ഇനി മുതൽ കൂടുതൽ ശക്തമായി ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയും അട്ടിമറിക്കുകയും ചെയ്ത പ്രവേശന പരീക്ഷകളിലെ തട്ടിപ്പിന് കാർമ്മികത്വം വഹിച്ചൊരു സർക്കാർ തങ്ങളെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതിനു കൂടി നിങ്ങൾ ഉത്തരം പറയണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് പറയേണ്ടി വരിക തന്നെ ചെയ്യും. ശരി, ശ്രീ വസന്ത് സിറിയക്, രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ, പ്രസന്റേഷൻ നടത്തിയപ്പോൾ അമിത്ഷായുടെ രാജി തന്നെ ആവശ്യപ്പെട്ടു. അമിത്ഷായ്ക്കാണ് ഈ സമരത്തെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്തിയതിൽ ഉത്തരവാദിത്വം. അതുകൊണ്ട് അമിത്ഷാ രാജിവെക്കണം. അമിത്ഷായുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് അവിടെ പോലീസ് ഹൈ ഹാൻഡസ് നടന്നത് എന്ന് ആരോപിക്കുമ്പോൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടൊരു പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. തീർച്ചയായും. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പോ ഇന്നത്തെ പാർലമെന്റ് നടപടികളെല്ലാം കാണുമ്പോൾ ശ്രീ അഭിലാഷ്, ഈ CID മൂസ സിനിമയിൽ ഒരു രംഗമുണ്ട്. ഈ തന്റെ പട്ടിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ഈ പോലീസ് ചീഫിനെ പോയി കാണുമ്പോൾ ജഗതി അവിടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ദിലീപ് പറയും, ചില അലവലാദികളുണ്ട് സാർ. ഉടനെ ജഗതി പറയും, ഇത് എന്നെയാണ്, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇന്ന് നമ്മൾ അതാണ് കണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, സം ഇഡിയറ്റ്സ് ആർ ദെയർ എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ആര് പറഞ്ഞു? വിദ്യാർത്ഥികൾ പറഞ്ഞു. ആ ഇഡിയറ്റ്സ് സ്വയം ദൈവമാണ് എന്ന് ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ ട്രഷറി ബെഞ്ചിൽ നിന്ന് ചാടി പുറപ്പെടുകയാണ്, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. ഉടനെ പ്രതിപക്ഷ ബെഞ്ച് പറഞ്ഞു, ഇത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല, വിട്ടുകളാ, ഇത് നിങ്ങളെ പറ്റിയല്ല, ഞങ്ങൾ മറ്റൊരു കൂട്ടരെ പറ്റി പറയാണ്. അപ്പൊ ഉടനെ കിരൺ റിജിജു എന്ന് പറയുന്ന പാർലമെന്ററി കാര്യ മന്ത്രി ആടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങളാണ് ഇതെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളെ തന്നെയാണ് ഇത് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ്. പിന്നീട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന BJP പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം ഗോട്ടാണത്രേ. ആ ഗോട്ടിനെ ഫ്രൈ ചെയ്ത് നല്ല ഹുബൂസും കൂടി തട്ടിയിട്ടാണ് CJP പിള്ളേർ നാട് വിട്ടത്. അതുകൊണ്ട് അതൊക്കെ ആ 56 ഇഞ്ചിന്റെ നെഞ്ചളവൊക്കെ പോയിസാ. രണ്ടാമത്, എന്തിനാണ് അമിത്ഷാ രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൽഹി പോലീസ്? കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിസ് അണ്ടർ 239 AA വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദില്ലി പോലീസിന്റെ കഴുത്തിൽ കിടക്കുന്ന ചങ്ങലയുടെ അറ്റം ഉടയോൻ അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ്. അപ്പൊ ദില്ലി പോലീസ് എന്ത് വൃത്തികേട് കാണിച്ചാലും, ദില്ലി പോലീസ് എന്ത് നെറികേട് കാണിച്ചാലും അതിനുത്തരം പറയേണ്ടത്, അതിനോട് ഉത്തരിക്കേണ്ടത് ആ ഉടയോൻ തന്നെയാണ്. ആ ഉടയോന്റെ പേരാണ് അമിത്ഷാ എന്ന്. പിന്നീട് മറ്റൊരു ഇവരുടെ ആരോപണം എന്താ? രാഹുൽ ഗാന്ധി പറഞ്ഞു, അമിത്ഷാ ഓർഡർ ഇട്ടിട്ട് വെടിവെച്ചു. ദില്ലി പോലീസ് ചെയ്യുന്നതെല്ലാം അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ്. സംശയം വേണ്ട, അത് കോൺസ്റ്റിറ്റ്യൂഷണലി ബൈൻഡിംഗ് ആണ് ഹോം മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റിന്റെ മേൽ. അപ്പോ ദില്ലി പോലീസ് വെടിവെച്ചോ എന്നാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കേണ്ട. ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് 2 ദിവസം മുമ്പത്തെ ഞാൻ ശ്രീ അഭിലാഷിന് അയച്ചു തരാം. അതിങ്ങനെയാണ് പറയുന്നത്. ഹിന്ദു ഈ പറയുന്ന RAFന്റെ, അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അന്നത്തെ ഡയറി എൻട്രി ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ദ ഡയറി എൻട്രി സേസ് ദാറ്റ് to control the crowd during the Cockroach Janata protest on the orders of Zone 1 DCP Jantar Mandir. The RAF deputy commandant fired 55 rounds of non-electrical shells, 15 rounds of electrical shell, 5 tear smoke grenades, 2 rounds using ballistic cartridge with the plastic pellets from an anti-riot gun. അതായത് ആന്റി-റയോട്ട് ഗണ്ണിൽ നിന്ന് 15 തവണ ഇലക്ട്രിക് ഷെല്ലും 55 തവണ നോൺ ഇലക്ട്രിക് ഷെല്ലും 2 തവണ ആന്റി പെല്ലറ്റ് ഷെല്ലും ഉപയോഗിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ RAFന്റെ എൻട്രിയാണ്. അതിൽ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ റിപ്പോർട്ടാണ്. അപ്പോ നിങ്ങൾ അവിടെ വെടിവെച്ചില്ലേ? നിങ്ങളുടെ ഭരണകാലത്ത് 158 പേപ്പർ ലീക്ക് ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊണ്ടുവന്ന സംവിധാനമാണ് ഇത്. ഇന്ന് ഈ ചർച്ചയിൽ വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ്, കോൺഗ്രസിന്റെ കാലത്ത് അവിടെ ലീക്ക് ചെയ്തില്ല, ഇവിടെ ലീക്ക് ചെയ്തില്ല. അന്ന് ഇങ്ങനെ സെൻട്രലൈസ്ഡ് സംവിധാനമില്ല സാർ. അന്ന് പരീക്ഷകൾ നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ്. അത് വേണ്ട, ഞങ്ങൾ ഇതാ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് ശ്രീ അമിത്ഷാ NTA 2017 കൊണ്ടുവരുന്നത്. ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് നാളെ തൊട്ട് ഇതാ NTA കൊണ്ടുവരികയാണ്, ഞങ്ങളാണ് ഈ പണിയെല്ലാം നടത്തുന്നത് എന്ന് പറയുന്നു. NTAക്ക് ഒരു ചെയർമാനെ വെക്കുന്നു, ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ പോലും അതിന്റെ ബാക്കിയായിട്ട് പെർമനന്റ് ആയിട്ട് അവിടെ വെക്കുന്നില്ല. NTA നടത്തിയ പരീക്ഷകളിൽ 158 ലീക്ക് ചെയ്യപ്പെടുന്നു. ആരാ റെസ്പോൺസിബിൾ? അദ്ദേഹം പറയുന്നു, ആ NTA നടത്തിയ പരീക്ഷയ്ക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലീക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉത്തരവാദി. അല്ല സാർ, അതിന്റെ ഉത്തരവാദി NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.
അപ്പോ ആ NTA നടത്തിയതിൽ 158 ലീക്ക് ചെയ്യപ്പെടുന്നു. 28 അഭിലാഷ് ഒന്ന് ഇന്റർവ്യൂ ഇല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം, അടുത്തത് താങ്കളിലേക്കാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം NDAയുടെ 158 എക്സാം എന്റെ സമയം കൊടുത്തോളൂ, വസന്തിന് കൊടുത്തോളൂ, എന്റെ സമയം വസന്തിന് കൊടുത്തോളൂ. NDA നടത്തിയ 158 എക്സാമിന്റെ പേര് വസന്ത് ഒന്ന് പറയും. എന്റെ സമയം എടുത്തോളൂ. NDA നടത്തിയ ലീക്കായ 158 പരീക്ഷകൾ ഏതൊക്കെയാ ഒന്ന് വായിക്കൂ, കേക്കട്ടെ. ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. BJP ഇവിടെയാണ് എന്തുകൊണ്ടാണ് അമിത്ഷായി സാറിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങളുടെ ചോദ്യം ചോദിച്ചല്ലോ, അതിനോട് ഉത്തരം ഞാൻ പറയട്ടെ. ഇവിടെയാണ് BJPയുടെ IT സെൽ പറയുന്നത്, CPM പറയുന്നത് 156, കോൺഗ്രസ് പറയുന്നത് 158, അഖിലേഷ് യാദവ് പറയുന്നത് 152. ആരാണ് ഇതിന്റെ ക്ലാരിറ്റി വരുത്തേണ്ടത്? എത്ര പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ NTA ബന്ധപ്പെട്ട് ആരാ ക്ലാരിറ്റി വരുത്തേണ്ടത്? അല്ല ഞാൻ പറയട്ടെ, എന്റെ ഉത്തരം പറയില്ലേ? അങ്ങ് എന്റെ അവസരത്തിൽ ഇടപെട്ട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാമല്ലോ. അതിന് ഒഫീഷ്യൽ ക്ലാരിറ്റി വരുത്തേണ്ടത് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് പേപ്പർ റിപ്പോർട്ടുകളെയും ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളെയും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെയും ഞങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്സോഴ്സുകളെയും ആയിരിക്കും. ഞങ്ങൾക്ക് അതിനപ്പുറത്ത് മറ്റൊരു കണക്കോ മറ്റൊരു സോഴ്സോ ഞങ്ങൾക്കില്ല. പക്ഷെ അതിനെ ഒഫീഷ്യലി അതിനെ ക്ലാരിറ്റി വരുത്തേണ്ടത് NTA ചെയർമാൻ എന്ന് പറഞ്ഞോ? ഇത്ര കാലമായിട്ട് പറഞ്ഞില്ല. 1. 2, വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണ്. രാജിവെച്ച ആളോ ഇപ്പോഴുള്ള ആളോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സാർ ഞങ്ങൾ പറയുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയും പാർലമെന്റിൽ ഇന്നും നാളെയും മറ്റന്നാളും ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോ 28 പേർ ആത്മഹത്യ ചെയ്തെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ഈ പരീക്ഷാ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട്. അതിന് വെളിയിലാണ് കണക്കെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി 28 ഇരിക്കട്ടെ, ആ 28 കുട്ടികൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കുറെ കാലങ്ങളായി കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷ സംഘടനകളും CPM-ഉം ബാക്കിയുള്ള സംഘടനകളും എല്ലാം എല്ലാ കാലങ്ങളും പറയും, ഞങ്ങൾ കുറെ കാലങ്ങളായി പറയുന്നു 10 സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കാം, എന്നിട്ട് അദ്ദേഹത്തിലേക്ക് പോകോ. അതായത് ഈ നീറ്റല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലേ? കഴിഞ്ഞ വർഷം നീറ്റിന്റെ പേപ്പർ ചോർച്ച ചെയ്യപ്പെട്ടില്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ NTA പ്രഖ്യാപിച്ചില്ലേ? എവിടെയാ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് എന്തേ? അതിൽ ആരെയാ പ്രതി ചേർത്തിരിക്കുന്നത്? എന്താ NTA ചെയർമാനെ പ്രതി ചേർക്കാൻ നിങ്ങൾക്ക് മടി? അദ്ദേഹത്തെ എന്താ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് മടി? അപ്പോ നിങ്ങൾക്ക് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ട്. ആ ഇൻട്രസ്റ്റുകൾ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ ഗോട്ടാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട കുറെ ടീംസ് 18 വയസ്സുള്ള പെൺകുട്ടികളെ 72 വയസ്സുള്ള ഈ നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത നേരത്തെ പ്രമോദ് പറഞ്ഞതുപോലെ സംഘ് പരിവാർ ഗൂൺസിനെ വിട്ട് തല്ലിക്കാൻ നോക്കി. അത് നടന്നില്ല. ആ ഗോട്ടിനെ ഗ്രില്ലടിച്ച് പിള്ളേർ മടങ്ങിപ്പോയി. അപ്പൊ ആ പിള്ളേരെ പിന്നെയും വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം എന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനാണ്, അവരെ പൊതിച്ചു പിടിച്ച് സംരക്ഷിക്കാനാണ് ഇവിടെ പ്രതിപക്ഷ വിഷയം. ശരി, ഓക്കെ. ശ്രീ VS ജിതിൻ ദേവ്, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകളെ സംരക്ഷിക്കുന്നു എന്ന ഒന്നാമത്തെ പ്രശ്നം, ആരും അക്കൗണ്ടബിൾ ആകുന്നില്ല ഡൽഹിയിൽ നടന്ന 20-ാം തീയതിയുടെ പോലീസ് അതിക്രമത്തിന് എന്ന പ്രശ്നം, വിദ്യാർത്ഥികളെ പഴയ കേസുകൾ ചൂണ്ടിക്കാണിച്ച് വേട്ടയാടുക കൂടിയാണ്. SFI നേതാവ് ഐഷി ഘോഷ് 2021 ബംഗ്ലാ ഭവൻ പിക്കറ്റ് ചെയ്യാൻ പോയ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലുള്ള കേസ് വെച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് പോലും എത്തുന്നത്. മറ്റ് വിദ്യാർത്ഥികളെയും സമാനമായ വിധത്തിൽ വേട്ടയാടിയേക്കാം. സുപ്രീം കോടതിയുടെ ഉത്തരവ് അതിന് ബലമായി ഉണ്ടല്ലോ. ആ നിലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഫ്രെയിം ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണോ മുന്നോട്ടുള്ള പോക്ക്? അഭിലാഷ്, അങ്ങ് ചോദിച്ച 3 ചോദ്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഉത്തരം പറയും. ഈ നിങ്ങൾ 4 പേർക്ക് ഇടയിൽ ആകെ ഒരാൾ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്നെ സംസാരിക്കാൻ അങ്ങ് അനുവദിക്കണം. ആദ്യം തന്നെ പറയാം. ആദ്യം തന്നെ വസന്തിന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു 158 NDA എക്സാംസ് ചോർന്നു എന്ന് ആധികാരികമായി കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ്. ഞാൻ ഇവിടെ നിന്ന് കേൾക്കാൻ തയ്യാറാണ്. എൻ്റെ സമയം കൂടെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ 158 എക്സാമുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തൊന്ന് പറയാമോ എന്ന്. വേണ്ട, ഒരു 100 എണ്ണം പറഞ്ഞാൽ മതി. പക്ഷേ അത് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ സോഴ്സുകളിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളുമായിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് വസന്ത് ചർച്ചയ്ക്ക് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനങ്ങൾ നടത്തിയ ലീക്കാവില്ല എന്നുള്ളതാണ്. സാർ, സംസ്ഥാനങ്ങൾ നടത്തി ലീക്കായതിന്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം അങ്ങേക്ക്. ഹരിയാന ബോർഡ് എക്സാം, അത് ശ്രീ ശിവദാസനും പറഞ്ഞു. ഹരിയാന ബോർഡ് എക്സാം 2011, സ്റ്റാഫ് സെലക്ഷൻ എക്സാം 2013, മഹാരാഷ്ട്ര HSC എക്സാം 2013 സംസ്ഥാനങ്ങൾ നടത്തി ലീക്കായിട്ടുണ്ട് സാർ. എന്നാണ് സാർ NDA രൂപീകരിച്ചത്?
അതെന്താണ് ശ്രീ ശിവദാസ് വസന്ത് മനസ്സിലാക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വസന്ത് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഈ പുതിയ തലമുറയുടെ കുട്ടികൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ളതിനൊക്കെയാണ് ഈ ഗോട്ട് എന്നൊക്കെ പറയാം. അവർ റൊണാൾഡോയെ വിളിക്കാറുണ്ട്, എംബാപ്പയെ വിളിക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മെസ്സിയെ വിളിക്കാറുണ്ട്. അപ്പൊ അത് പറഞ്ഞ ഒരു മിനിറ്റ് വസന്ത്, ഞാൻ നിങ്ങൾക്ക് സമയം തന്നാണ്, നിങ്ങൾ അറിയാത്താണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഫ്രൈ വെക്കുന്നതിന് ഏതാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എപ്പോഴാണ് രൂപീകരിച്ചതെന്നാണ് ശിവദാസൻ ചോദിച്ചത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് NDAയുടെ കാര്യമല്ല, നീറ്റ് എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2013 അതിനുശേഷം കോടതി വിലക്കി. 2016 വീണ്ടും റിവ്യൂ പെറ്റീഷന് പോയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, തീർന്നല്ലോ. ഇനി പറഞ്ഞോട്ടെ. അപ്പോ ഫ്രൈ വെക്കുന്നതിന്റെയും ഇതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രില്ലടിക്കുന്നതിന്റെയും ഫ്രൈ വെക്കുന്നതിന്റെ ഒക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹവാസം മറ്റേ എന്താണ് പറയുക, പശുക്കുട്ടിയൊക്കെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് ഫ്രൈ വെച്ച് കഴിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലേ, സ്വാഭാവികം അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വസന്തി ഇതൊന്നും ഉണ്ടാവണമെന്ന് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ചില നേതാക്കന്മാരുണ്ടല്ലോ പരസ്യമായിട്ട് ഫ്രൈ വെക്കുന്നവർ, അതുകൊണ്ടാകാം. ഇനി ശ്രീ ശിവദാസൻ ചോദിച്ച ഒരു അടിപൊളി ചോദ്യമുണ്ട്. ഇത്തരത്തിലൊരു പബ്ലിക് എക്സാമിനേഷൻ ആക്ട് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പേപ്പർ ലീക്ക് ഒക്കെ തടയാൻ സാധിക്കുമെന്ന്. സാർ, ഈ രാജ്യത്ത് പോക്സോ ആക്ട് ഉണ്ട്. ഈ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ റേപ്പിന് എഗ്നിസ്റ്റഡ് ആക്ട് ഉണ്ട്. ഈ രാജ്യത്ത് എല്ലാ ക്രിമിനൽ ഒഫൻസിലും കൃത്യമായുള്ള നിയമങ്ങളുണ്ട്. നേരത്തെ IPC ഉണ്ട്, അതിപ്പോൾ BNS ഉണ്ട്. പക്ഷേ ഈ അതിക്രമങ്ങളും ഈ പറഞ്ഞ അക്രമങ്ങളൊന്നും ഈ രാജ്യത്ത് നടക്കുന്നില്ലേ? 52 FIR രജിസ്റ്റർ സാർ. 2024 ശേഷം ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം 52 FIR നടന്നിട്ടുണ്ട്. ഇപ്പോഴെന്താ ചെയ്തിരിക്കുന്നത്? കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ സംഘടിതമായോ വ്യക്തിപരമായിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിങ്ങിന് ശ്രമിക്കുന്ന ആൾക്കാരെ എല്ലാം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കുട്ടികൾ ആത്യന്തികമായി ആവശ്യപ്പെടുന്ന, ഈ രാജ്യത്തെ കുട്ടികൾക്ക് രാഷ്ട്രീയം കളിക്കാൻ നേരമില്ല. അവർക്ക് പഠിക്കാനുണ്ട്, അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുണ്ട്, അവരുടെ ഭാവി ഓർത്ത് അവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് കുട്ടികളെ ചതിക്കുന്ന ഇത്തരത്തിലുള്ള പരീക്ഷാ മാഫിയെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് കർശനമാക്കിയിരിക്കുന്നു സാർ. അതിനെയാണ് നിങ്ങളെപ്പോലുള്ളവർ കണ്ടില്ലെന്ന് അടിക്കുന്നത്. പിന്നെ മറ്റൊരു അദ്ദേഹമുണ്ട്, കഴിഞ്ഞ തവണയും ഞാനിത് പറഞ്ഞതാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പ്രമോദ് പുഴങ്കര, അദ്ദേഹം ബുർഹാൻ വാണിയൊക്കെയാണ് ഉദ്ധരിക്കുന്നത്. ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ, ഈ രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന തീവ്രവാദിയൊക്കെ ആദരവോടും ബഹുമാനത്തോടും നോക്കിക്കാണുന്ന ആൾക്കാരോട് ഞാൻ എന്തു പറയാനാണ്? അഭിലാഷ് മോഹൻ മാതൃഭൂമിയുടെ ചർച്ചയിലിരുന്നുകൊണ്ട് ബുർഹാൻ വാണിയെ നേതാവായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ ഈ മാതൃഭൂമിയുടെ ചർച്ചയിലേക്ക് നിങ്ങൾ വിരിച്ചിരുത്തുന്നുണ്ടോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കൊലപാതകത്തെ തുടർന്ന് കാശ്മീരിൽ നടന്ന പ്രൊട്ടസ്റ്റുകളെ നേരിടാൻ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നല്ലേ പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കൂടെ കേട്ടു. കാശ്മീരിലെ ഭരണകൂടം നടത്തിയിരിക്കുന്ന അവിടുത്തെ പ്രക്ഷോഭകാരികൾക്കെതിരെ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ, അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ, അങ്ങ് വേണമെങ്കിൽ റീവൈൻഡ് അടിച്ച് കേൾക്കും യൂട്യൂബിൽ, കേട്ടിട്ട് അങ്ങ് അഭിപ്രായം പറയും. ബുർഹാൻ വാണിയുടെ കൊലപാതകത്തെ തുടർന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എറിയുന്നില്ലല്ലോ. എന്തേ പറ്റി? കല്ലില്ലയോ? കാശ്മീരിലെ കല്ലെല്ലാം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊന്നും ന്യായീകരിക്കാൻ അഭിലാഷ് മോഹനെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ നിൽക്കരുത്. ഇനി അങ്ങ് ചോദിച്ച കാര്യങ്ങൾ, പഴയ കേസുകൾ കുത്തിപ്പൊക്കി അറസ്റ്റ് ചെയ്യാൻ വന്നു, അതിന് ഡൽഹി പോലീസാണ് മറുപടി പറയുന്നത്. പക്ഷേ എങ്കിലും ഞാൻ പറയാം, എന്റെ വീട്ടിലും വന്നിട്ടുണ്ട് അഭിലാഷ് പോലീസ് തിരക്കിയിട്ട് ധാരാളം കേസുകൾ. ഞാൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സമയത്തുണ്ടായിരുന്നു. 10-38,000 രൂപ ഞാൻ പെറ്റിയടച്ച് തീർത്താണ്. ധാരാളം കേസുകളിൽ രാത്രിയിലും ഒക്കെ പോലീസ് തിരക്കി വന്നിട്ടുണ്ട്. എത്രയോ യുവജന നേതാക്കന്മാരുടെ വീട്ടിൽ, ഞങ്ങളുടെ മാത്രമല്ല, എത്രയോ യുവജന നേതാക്കന്മാരുടെ വീടുകളിലേക്ക് പോലീസ് പോകാറുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ജാമ്യം, എന്താണ് പറയുക, ഒരു കോടതിയിൽ ഒരു കേസ് വന്നു, ആ കോടതിയിൽ ഹാജരാകാതെ നിരന്തരമായിട്ട് ആ കേസിൽ ഹാജരാകാതിരുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു. ആ വാറണ്ടുമായിട്ടാണ് അവർ പോയത്. അവിടെ ശ്രീ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള MP-മാർ അതിനെ തടഞ്ഞു, അവർ തിരിച്ചുപോയി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എവിടെയെല്ലാം പോലീസ് തിരക്കി വരുന്നു, ഏതെല്ലാം വീട്ടിൽ നിന്ന് ആരെയെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു. കേരളത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നില്ലേ? വീണ്ടും അങ്ങ് റിപ്പീറ്റ് ചെയ്യുകയാണ്, ഗൺ 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 എന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. നോക്കൂ, നമ്മൾ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന സമയത്ത് ഒരു വെള്ളം അടിക്കുന്ന വണ്ടിക്കകത്ത് കൊണ്ട് വെള്ളം അടിക്കും. നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്? ജലപീരങ്കി എന്നല്ലേ വിളിക്കുന്നത്? നാളെ ഞങ്ങൾ ഇറങ്ങിയാൽ മതിയോ ഞങ്ങൾക്കെതിരെ പീരങ്കി ഉപയോഗിച്ചു എന്ന്? അപ്പൊ നിങ്ങൾ ഗണ്ണും തോക്കും AK-47 റൈഫിളും ഒക്കെ ഒന്ന് പരസ്പരം വേർതിരിച്ച് കാണാൻ അഭിലാഷ് മോഹനെ പോലുള്ളവർ തയ്യാറാകണം. പിന്നെ അങ്ങ് ചോദിച്ചു ഇതിന് അക്കൗണ്ടബിൾ ആരാണെന്നുള്ളത്. ഞങ്ങൾക്കറിയാം. അവിടെ എന്താ പറയാ, നേരായ മാർഗത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾ ആരെല്ലാമാണ് അറിയാം. 2873 ക്രിമിനലുകൾ ആ സമരത്തിൽ കടന്നുകൂടി അഭിലാഷ്. അതിനെ സംബന്ധിച്ചുള്ള ആശങ്ക CJP തന്നെ പറഞ്ഞിട്ടില്ലേ സൗരവ് ദാസ്? 2873 ക്രിമിനലുകളിൽ 61 പേര് റേപ്പ് കേസ് പ്രതികളാണ് അഭിലാഷ്. എന്താണ് റേപ്പ് കേസ്, ബലാത്സംഗ കേസ് പ്രതിയായവന്മാർക്ക് അവിടെ കാര്യം?
6 പേര് പോക്സോ കേസ് പ്രതികളാണ്. ഡൽഹി പോലീസ് കൃത്യമായ ലിസ്റ്റും പേര് സഹിതം പുറത്തുവിട്ടിട്ടില്ലേ? 6 പേര് പോക്സോ കേസ് പ്രതിയാണ്. ഈ പോക്സോ കേസ് പ്രതിയായവന്മാർക്ക് എന്താണ് അവിടെ കാര്യമുള്ളത്? പരിശോധിക്കപ്പെടേണ്ടേ? എന്തേ സുപ്രീം കോടതി പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? വിദ്യാർത്ഥികൾക്ക് നേരെ യാതൊരു തരത്തിലുമുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകരുത്. പക്ഷേ ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ അവിടെ അക്രമം അഴിച്ചുവിട്ട, അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ നേരിടണം. അവർക്കെതിരെയുള്ള നിയമനടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട. അതോ നിങ്ങൾ കോടതിയെ അംഗീകരിക്കുന്നില്ലേ? ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലേ? ഭരണഘടനയും കൈപ്പിടിച്ച് സമരം ചെയ്യുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അതും അതിനകത്ത് എന്താണ് പറഞ്ഞതും കൂടെ മനസ്സിലാക്കിയിട്ട് സമരം ചെയ്യാൻ ഇറങ്ങണം. അതാണ് ശ്രീ വി ശിവദാസൻ. 1-2 കാര്യങ്ങൾ ഇവിടെ വന്നു. ഒന്ന്, സമരത്തിനകത്തേക്ക് ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനലുകളെ കുറിച്ച് അന്വേഷിക്കണ്ടേ എന്ന ചോദ്യം ഇവിടെ BJP പ്രതിനിധി ഉന്നയിച്ചു. വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾക്കെതിരെ ഉള്ള നടപടിയുടെ കാര്യം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇന്നലെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊരു വശം. രണ്ടാമത്തേത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പരീക്ഷ ക്രമക്കേട് തടയാനൊരു നിയമം ഉണ്ടാക്കി, നിയമം ശക്തിപ്പെടുത്തുന്നു, ശിക്ഷ വർദ്ധിപ്പിക്കുന്നു, പിഴ വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെയാണല്ലോ ആ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. NTA പുനഃസംഘടിപ്പിക്കുന്നു. NTAയിൽ വലിയ പുനഃസംഘാടനം വരുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരെ മാറ്റിയിരിക്കുന്നു. അത് ആ റീസ്ട്രക്ചറിങ് നേരത്തെ പ്രഖ്യാപിച്ചതുമാണ്. സർക്കാരിന് എന്തൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുമെന്ന അടുത്ത ചോദ്യം. ഇതിലൊന്ന്, BJP പ്രതിനിധി ഇവിടെ ചർച്ചയിൽ പറഞ്ഞു അവിടെ ക്രിമിനലുകൾ സമരത്തിൽ കയറി. അദ്ദേഹം കൃത്യമായി കണക്കൊക്കെ പറഞ്ഞു. 1871 ക്രിമിനലുകൾ, പിന്നെ പോക്സോ കേസിൽ പ്രതികളായിട്ടുള്ള 48 ആളുകൾ. എത്ര കൃത്യമായിട്ടാണ് എന്നുള്ളതാണ്. ഇത് ബീർബൽ കഥയിൽ ബീർബലിനോട് രാജാവ് ചോദിച്ചത്രേ രാജ്യത്താകെ പക്ഷികൾ എത്രയുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞത്രേ കൃത്യമായ നമ്പർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി കുറവുണ്ടെങ്കിൽ അതെന്താണ്? കുറവുള്ളത് ദേശാടനത്തിന് പോയ പക്ഷികളായിരിക്കും. ഇനി കൂടുതലുണ്ടെങ്കിൽ ദേശാടനത്തിന് പോയിട്ട് തിരിച്ചു പോകാത്ത പക്ഷികളായിരിക്കും എന്നുള്ളത് പറഞ്ഞാലും വളരെ കൃത്യമായ കണക്കിൽ ഇങ്ങനെയുള്ള പ്രചരണം നടത്തരുത്. നമസ്കാരം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. ഇനി 2 ക്രിമിനൽ, അദ്ദേഹം തന്നെ പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സമരത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് AKG ഭവനിലേക്ക് പോയത്? പിന്നെ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഏത് അറസ്റ്റ് വാറന്റ്? അറസ്റ്റ് വാറന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഈ രാജ്യത്ത് സ്വാഭാവികമായിട്ടൊരു നിയമ പ്രക്രിയയുണ്ട്. അതൊന്നും പാലിക്കാതെ അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കയറിയിട്ട് അറസ്റ്റ് ചെയ്യണോ? ഒരു ദേശീയ പാർട്ടിയുടെ ജനാധിപത്യപരമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ആഫീസിലേക്ക് പോലീസ് പോയിട്ടതാ ഇപ്പം നിങ്ങളെയും കൂട്ടിയിട്ട് ഇവിടെ കുറച്ച് ആളുകളുണ്ട്, വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തവർ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നടക്കുമോ? ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇനി NTA പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വസന്ത് പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വസന്ത് 158 എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എവിടെ നിന്നാണ് പറയുന്നത്, പറയൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. പറയൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പറയേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാ. 158 168 148 എന്ന സംശയം ഉണ്ടാകുമ്പോൾ യൂണിയൻ ഗവൺമെൻറ് അത് വ്യക്തത വരുത്തുക. ആ വ്യക്തത വരുത്താനുള്ള അവസരമായിരുന്നു. ഞാൻ പാർലമെന്റിൽ ചോദിച്ചു എത്ര പരീക്ഷകളാണ് ചോർന്നിട്ടുള്ളത്, എത്ര പരീക്ഷാ പേപ്പറുകളാണ് ചോർന്നിട്ടുള്ളത്, എത്ര തവണയാണ് പരീക്ഷകൾ വീണ്ടും നടത്തിയിട്ടുള്ളതെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം തന്നോ ഈ BJPയുടെ സർക്കാർ? എന്താ പറഞ്ഞത്? മറുപടി തരാതിരുന്നു. ഇനിയും പറഞ്ഞുതരാം. ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിൽ എത്ര രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്തത്, ആകെ വരുമാനം എത്രയാണ് NTA-ക്ക്, ആകെ ചെലവ് എത്രയാണ് NTA-ക്ക് എന്ന് ചോദിച്ചു. എന്നിട്ടോ 2024-25 വർഷം ചെലവഴിച്ച തുക 25-26 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ചെലവ് എന്തുകൊണ്ടാണ് വ്യക്തമാകാതിരുന്നത്? ഇനിയും ഒരു കാര്യം കൂടി പറയാം. അത് ഈ കണക്കുകൾ 2024 കൊടുത്ത കണക്കും 2026 എനിക്ക് തന്നിട്ടുള്ള കണക്കും വ്യത്യസ്തമായതിനാൽ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയിട്ട് ആ കത്ത് മാധ്യമങ്ങൾക്കൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. നോക്കൂ, തെറ്റായ കണക്കുകൾ പറയുന്നു, ആളുകൾക്ക് കൃത്യമായ കണക്കുകൾ കൊടുക്കുന്നില്ല, ജനങ്ങളെ വഞ്ചിക്കുന്നു. ഇതാ കോഴിക്കോട് നമ്മുടെ NIT-യിൽ ഉൾപ്പെടെ പ്രവേശനത്തിലെ തിരിമറിയെക്കുറിച്ച്, അധ്യാപക നിയമനത്തിലെ തിരിമറിയെക്കുറിച്ച്, രാജ്യത്തെ വിവിധ IIT-കളിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച്, മാനദണ്ഡങ്ങൾ ലംഘിച്ച് SC/ST വിദ്യാർത്ഥികളെയും അതുപോലെ SC/ST വിഭാഗത്തിന് അർഹതപ്പെട്ട അധ്യാപക നിയമനങ്ങളും നൽകാത്തതിനെക്കുറിച്ച് വലിയ പരാതികൾ ഇവിടെ നിൽക്കുകയാണ്. അത് സംബന്ധിച്ച് ഇന്ന് പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നില്ല. ഇങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരാൾ ഒരു കണക്ക് പറയുമ്പോൾ ആ കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുക. നിങ്ങളാ വ്യക്തത വരുത്തേണ്ടത്. ഭരിക്കുന്ന കക്ഷി വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തത വരുത്തണം. പറയട്ടെ, ഇത്ര പരീക്ഷകളുടെ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്, ഇത്ര പരീക്ഷകളാണ് വീണ്ടും ഞങ്ങൾ നടത്തിയിട്ടുള്ളത്, നടത്തേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് കണക്ക്. അതുകൊണ്ട് ഇനി കോൺഗ്രസിന്റെ പ്രതിനിധിയോ CPM-ന്റെ പ്രതിനിധിയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയോ 158 എന്ന് പറയാൻ പാടില്ല,
ഇനി അങ്ങോട്ട് 126 എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രയാസവും ഇല്ല. പക്ഷേ അത് പറയാതിരിക്കുന്നതാണ് മര്യാദകേട്. പാർലമെന്ററി ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, ജനാധിപത്യ സംവിധാനത്തോട് യാതൊരു ബഹുമാനവും കാണിക്കാത്ത ഒരു സമീപനമാണ് RSSന്റെ BJPയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പാർലമെന്റിൽ കാണുന്ന കാഴ്ച. പിന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയിട്ടുള്ള വേട്ട, തോക്കെടുത്തിട്ടില്ല, ലാത്തി എടുത്തിട്ടില്ല, ഞങ്ങൾ മറ്റൊരു ആയുധ പ്രയോഗം നടത്തിയിട്ടില്ല, ഞങ്ങൾ സമാധാനപരമായി അവരെ തടവുകയായിരുന്നു, അവരെ മസാജ് ചെയ്ത് കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കാനാണ്? നിങ്ങൾ ഈ പോലീസുകാരുടെ സർവ്വ ആയുധങ്ങൾ എടുത്തിട്ട് അവിടെ ജന്തർ മന്ദിറിൽ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മസാജ് ചെയ്യാനായിരുന്നോ പോയത്? അവിടെ നിങ്ങൾ എത്രമാത്രം ക്രൂരമായിട്ടുള്ള വേട്ടയാണ് നടത്തിയത്? വിദ്യാർത്ഥി വേട്ട എത്ര വേദനിക്കുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളാകെ കണ്ടത്. കൈയൊഴിഞ്ഞ വിദ്യാർത്ഥി, കാലൊടിഞ്ഞ് ചോരയൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വിദ്യാർത്ഥി, പല്ലുകൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥി, കണ്ണിനടി കിട്ടിയിട്ട് ചോരയൊലിച്ച് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥി, തലയിൽ അടിയേറ്റിട്ട് ചോര വാർന്നൊഴുകുന്ന വിദ്യാർത്ഥിയുടെ മുഖം, എന്തെല്ലാം കാഴ്ചകളാണ് നാം കണ്ടത്. പറയാനാവാത്ത, വേദനയോടുകൂടിയല്ലാതെ നമുക്ക് പങ്കുവെക്കാനാവാത്ത കാഴ്ചകളുടെ കൂമ്പാരമായിരുന്നില്ലേ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്? എന്നിട്ട് അതിനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് തോക്ക് പ്രയോഗിച്ചിട്ടില്ല, പോലീസ് പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചിട്ടില്ല, പോലീസ് ലാത്തി ഉപയോഗിച്ചപ്പോൾ വളരെ സോഫ്റ്റായിട്ടാണ് ലാത്തി ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ എന്തിനാണ് നാം തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മൾ സത്യസന്ധമായി പറയൂ, BJPയുടെ RSSന്റെ സർക്കാർ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായിട്ടുള്ള നിലയിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണിത്. പിന്നെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള നിയമം എന്താ? നിയമത്തിന്റെ ഉള്ളടക്കം, നിയമത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് എന്താണ്? കേവലം ശിക്ഷയിലുണ്ടാവുന്ന മാറ്റത്തിലൂടെ മാത്രം ഇല്ലാതാവുന്ന ഒന്നല്ല ഇത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ളത് തന്നെ ഈ രാജ്യത്തിലെ ജനവിരുദ്ധമായിട്ടുള്ള, വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള ഏജൻസിയാണ്. ആ ഏജൻസിയെ പിരിച്ചുവിടണം. ആ ഏജൻസിയെ പിരിച്ചുവിട്ടുകൊണ്ട് സർവകലാശാലകളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും പരീക്ഷകൾ നടത്തുന്നതിനുള്ള അവകാശാധികാരം പുനഃസ്ഥാപിക്കപ്പെടണം. ഇതൊരു നയത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ആ നയത്തിൻ്റെ പ്രശ്നം കൂടി ഞങ്ങൾ ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചത് NTA പിരിച്ചുവിടുക എന്നുള്ള മുദ്രാവാക്യം വെച്ചത്. അതുകൊണ്ട് NTA പിരിച്ചുവിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ തുക വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെക്കാനുള്ള സന്നദ്ധത BJP സർക്കാരിന് ഉണ്ടാവുക എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. ശരി, വസൻ സിറിയക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആളല്ല, ധർമ്മേന്ദ്ര പ്രധാൻ അല്ല യഥാർത്ഥത്തിലെ വിദ്യാർത്ഥികളുടെ ശത്രു, മറിച്ച് RSS ആണ്. RSSന്റെ മെക്കാനിസമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ ഒരാൾ വന്ന് ഇരിക്കുന്നത് പോലെ, ഒരു ഓഫീസർ വന്നിരിക്കുന്നത് പോലെ ഉള്ളൂ ഒരു മന്ത്രി. ഇതിപ്പോൾ ഒരാൾ മാറി വേറൊരാൾ വന്നാൽ, പ്രഹ്ലാദ് ജോഷി വന്നാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ, പ്രതിപക്ഷത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ചർച്ചയോടുകൂടി, ഈ പാർലമെന്റിൽ നടന്ന ഈ ഡിബേറ്റോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുകയാണോ? ഒരിക്കലും അല്ല ശ്രീ അഭിലാഷ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിൽ പങ്കെടുത്ത സമരനായകർ, അവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം ഈ സമരത്തിൽ കോൺഗ്രസ് ഏത് ഘട്ടത്തിലാണ് ഇടപെടുന്നത് അങ്ങ് കണ്ടാണല്ലോ. ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ സമരത്തെ നേരിടാൻ ദില്ലി പോലീസും അതിന്റെ ഉടയോനും കൂടെ ചേർന്ന് തീരുമാനിച്ചപ്പോഴാണ് കോൺഗ്രസ് തെരുവിലേക്ക് ആ സമരത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. അതുവരെ ഞങ്ങൾ ചത്രക്കെ ഗുഞ്ച് എന്ന് പറയുന്ന സമര പരിപാടിയുമായി, ഞങ്ങൾ നേഷൻ വൈഡ് പരിപാടിയുമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഉത്തരാഖണ്ഡിലായിരുന്നു, അങ്ങേക്ക് അറിയാം. പക്ഷേ ആ സമരത്തെ ജനാധിപത്യ വിരുദ്ധമായി തൊടുന്നു, അതിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന് കാണുമ്പോൾ കോൺഗ്രസ് കൃത്യമായി അവിടെ ഇടപെട്ടു. അവിടെയാണ് ഇവരുടെ IB ഉദ്യോഗസ്ഥർ ചെവിയിൽ ഒരു ഈച്ചയുടെ മൂളൽ പോലും കേൾപ്പിക്കാതെ ഞങ്ങളുടെ മുഴുവൻ MPമാരെയുമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ പോയി നിന്നത്. പിന്നീട് ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി എവിടെയാണോ ഗാന്ധി ഹേ റാം എന്ന് വിളിച്ച് മരിച്ചു വീണത്, പെടഞ്ഞു വീണത്, സംഘ് പരിവാർ ഗണ്ണുകൊണ്ട് പെടഞ്ഞു വീണത്, അവിടെ തന്നെ പോയി ഞങ്ങൾ ശബ്ദം ഉയർത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രൈം ഇമ്പോർട്ടൻസ് ഈ സമര നേതൃത്വത്തെ അടിച്ചൊതുക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നിലവിൽ. രണ്ട്, ഈ പറയുന്ന നേരത്തെ MP അത് വളരെ കൃത്യമായി പറഞ്ഞു. ഇതിപ്പോ ഒരു കസേരയിൽ നിന്ന് ഇടതുകാലിലെ മന്ദെടുത്ത് ഇപ്പുറത്തെ വലതുകാലിലേക്ക് വെച്ച കണക്കിലാണ് പ്രഹ്ലാദ് ജോഷിയെ വെക്കുന്നത്. മന്ദിച്ചിരി കൂടെ വലുതാണ് എന്നതാണ് പ്രശ്നം. പ്രഹ്ലാദ് ജോഷിയുടെ മുൻകാല സ്റ്റേറ്റ്മെന്റുകൾ നമുക്കറിയാം. പല വിഷയങ്ങൾ, ഇപ്പൊ ഈ ബാനു കേസിൽ പ്രതികൾ വെളിയിൽ വരുമ്പോ അവർക്ക് ലീഗലിയാണ് ഈ പറയുന്ന ബെയിൽ അനുവദിച്ചതെന്നും അതിൽ യാതൊരു തെറ്റുമില്ലെന്നും അവരതിന് അർഹരാണ് എന്നും വാഴ്ത്തിപ്പാടിയ ആളാണ് ഈ പറയുന്ന പ്രഹ്ലാദ് ജോഷി. അതുകൊണ്ട് തന്നെ സംഘ് പരിവാർ എല്ലാ കാലത്തും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് റൂട്ടപ്പ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവരുടെ ലക്ഷ്യം എന്താ? എഡ്യൂക്കേഷനിലൂടെ അവർ ഈ സംഘ് പരിവാർ ആശയങ്ങളെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ വിശ്വാസം. അത് കൃത്യമായിട്ട് വീർ സവർക്കർ എന്ന് ഇവര് വിളിക്കുന്ന വിനായക് ദാമോദർ സവർക്കറിന്റെ 47-ലെയും മറ്റും പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് വായിക്കണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം കണക്കി വയ്ക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുമായി വരുന്നു. ഇത് ആ ഫ്രണ്ട് ലൈനിന്റെ റിപ്പോർട്ടാണ്. 2014 തൊട്ട് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സിൻസ് 2014 പേപ്പർ ലീക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ലൈനും ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലൈനിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് 156 പേപ്പറുകൾ എന്നാണ് ഫ്രണ്ട് ലൈൻ പറയുന്നത്. ഹിന്ദു 153 എന്നാണ് പറയുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ട MP-യും ഞാനും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾക്ക് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാം, ഫ്രണ്ട് ലൈനെതിരെ കേസ് കൊടുക്കാം, എനിക്കെതിരെ ഡിഫോമേഷന് കേസ് കൊടുക്കാം. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത്ര ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇനി അദ്ദേഹം എന്നോട് കണക്കി വെച്ചു, വായിക്കാമോ? അതിന് അത്ര സമയമില്ല, എന്നാലും വായിക്കാം. മാർച്ച് 29, 2015 UPSC പ്രിലിമിനറി എക്സാം ചോർന്നു. മെയ് 3, 2015 AIPMT എക്സാം 2015 CBSE നടന്നത് സാർ ചോർന്നു. ഒക്ടോബർ 4, 2015 പ്രൈമറി ടീച്ചർ ആൻഡ് PRT റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ കേന്ദ്രീയ വിദ്യാലയമാണ് നടത്തുന്നത്. വെറുതെ സമയം കളയാതെ ചോർന്നു. നിങ്ങൾ ഈ പറഞ്ഞ എക്സാം ഒക്കെ നടത്തിയത് NDA 2017-18 കാലത്ത് വന്നതാണ്. മൊത്തത്തിലുള്ള 2014 മുതലുള്ള പേപ്പർ ലീക്കിനെ കുറിച്ചാണ് 153 ചോർന്നതാണ് നിങ്ങളുടെ വാദം. അല്ലല്ല അദ്ദേഹം എന്താ പറഞ്ഞത്? എക്സാം 153 ചോർന്നല്ലേ പറഞ്ഞത്? ആണോ? നിങ്ങൾ ആ ലിസ്റ്റ് വായിച്ച് അതിനകത്ത് കേരള PSC എന്റെ ലിസ്റ്റ് അലമ്പാണ്. നിങ്ങൾ വെറുതെ കള്ളം പറയുന്നു വസന്ത്. പാർലമെന്റ് അല്ല, ട്രഷറി ബെഞ്ച് അല്ല. നിങ്ങൾ വെറുതെ കള്ളം പറയുന്നു വസന്ത്. നിങ്ങൾ വായിക്കുന്ന ലിസ്റ്റിനകത്ത് 2018 കേരള PSC ഉണ്ട്. നിങ്ങൾ വായിക്കൂ. അതിനകത്ത് കേരള PSC ഉണ്ട്. NDA ആണോ കേരള PSC എക്സാം നടത്തുന്നത്? ശരി, ഉണ്ട് വസന്ത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജിതിനെ ഞാൻ ഉത്തരം പറയാന്നേ. ഇദ്ദേഹത്തിന് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞാൻ വഴങ്ങുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം ചേച്ചി കഴിഞ്ഞ് പിന്നെയും വലിച്ചോണ്ട് പോകുന്നത്. ഞാൻ ഉത്തരം പറയാന്നേ. പറയാലോ ജിതിനെ. 152 എണ്ണം എന്ന് ഫ്രണ്ട് ലൈൻ പറയുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് നോഡൽ ഏജൻസിയോ എക്സാമിനേഷൻ ഏജൻസിയോ ആയി നടത്തിയത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ അകത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. ജിതിൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയോ പാർലമെന്റിൽ റെക്കോർഡ് ചെയ്യുന്ന കണക്കിന് വ്യക്തമായ റിപ്പോർട്ടായിട്ട് വന്നിട്ട് പറയാണ് ഇതേ 32 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തെ ചർച്ചയിൽ വന്ന് എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ പ്രഹ്ലാദ് ജോഷി പറയണം, അമിത്ഷാ പറയണം, നരേന്ദ്രമോദി പറയണം. അല്ലാത്ത പക്ഷം ഇത് തന്നെ ആയിരിക്കും റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടിനെ വിശ്വസിക്കാൻ മുമ്പോട്ട്. ശ്രീ പ്രമോദ് പുഴങ്കര, എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാം എന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടാവുമല്ലോ നിശ്ചയമായും. വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ കേസെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കും. അതിനപ്പുറത്ത് ഇതൊരു മൂവ്മെൻ്റായി മാറി വലിയ തോതിൽ ഒരു ജനറേഷൻ ആകെ തന്നെ ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുത്ത ഒരു സന്ദർഭമാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സവിശേഷമായ ഘട്ടമാണ്. അതിനെ അതിജീവിക്കാൻ മറ്റ് പല മാർഗങ്ങളും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. യൂത്തിനെ സംബന്ധിച്ച് വലിയ തോതിൽ ഈ രാജ്യത്തെ യുവാക്കൾക്ക് അസംതൃപ്തിയുണ്ട്, അസ്വസ്ഥതയുണ്ട്. അവരാഗ്രഹിക്കുന്ന നിലയ്ക്കുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല. ഇതാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. ആ പ്രശ്നത്തെ പലതരത്തിലേക്ക് ഡൈവേർട്ട്. ഇപ്പോൾ തന്നെ റിസർവേഷനെതിരെയുള്ള ഒരു മൂവ്മെന്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ പടർന്നു പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റിസർവേഷനാണ് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം. ഇങ്ങനെ ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കുക, ഈ തരത്തിൽ ഡൈവേർട്ട് ചെയ്യുക തുടങ്ങിയ പലതരത്തിലുള്ള മാർഗങ്ങൾ വരുന്ന നാളുകളിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വിദ്യാർത്ഥി സമരം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മൊമെന്റം അതേപടി നിലനിൽക്കും വരുന്ന നാളുകളിലും എന്ന് വിചാരിക്കണോ? വിദ്യാർത്ഥി സമരവും യുവജന പ്രക്ഷോഭവും ഇപ്പോൾ ഈ CJPയുടെ നേതൃത്വത്തിലുണ്ടായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിൻ്റെ മൊമെൻറ്റം ജന്തർ മന്ദറിലെ ഈ ഒരു മാസം കണ്ട അതേ ഒരു തീവ്രതയിൽ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ അതുണ്ടാകണമെന്നില്ല. കാരണം ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ആ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി ആ സമരം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താലും അതിൻ്റെ തുടർച്ചയായി വീണ്ടും അതിനെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായും സംഘടിത രാഷ്ട്രീയ മുന്നേറ്റമായും അതിനു ചുറ്റും വികസിക്കുന്ന ഒരു ബഹുജന
മുന്നേറ്റമായും രൂപപ്പെടുത്തുന്നതിന് ഒരുപാട് കാലം വേണ്ടിവരും. ചിലതെല്ലാം വിജയിക്കും, ചിലത് വിജയിക്കില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് നമ്മളുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയത്തെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഏറ്റവും നിർണായകരമായ രീതിയിൽ മാറ്റിമറിക്കാവുന്ന ഒരു മുന്നേറ്റമായി തീരുമോ എന്നുള്ളതിന് വരുന്ന നാളുകളാണ് ഉത്തരം പറയേണ്ടത്. അതിൻ്റെ വിശകലനത്തിനുള്ള സമയവും നമുക്കില്ല എന്ന് മാത്രമല്ല അതിനുള്ള വിശകലനത്തിനുള്ള കാലം പോലും വേണ്ട രീതിയിലായിട്ടില്ല. പക്ഷേ തീർച്ചയായും ഇത് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ ചില നിയാമകവും നിർണായകവുമായ സന്ധികളിൽ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് നരേന്ദ്രമോദിയും BJPയും ഇന്ത്യയിൽ അധികാരത്തിലെത്തി എന്ന് പറയുന്ന ഈ കാലം. ആ കാലത്തിനെ മറികടന്നുകൊണ്ട് മറ്റൊരു കാലത്തിലേക്കുള്ള നിർണായകവും നിയാമകവുമായ മറ്റൊരു ദിശാസൂചികയാണ് CJPയുടെ സമരവും. അതിനെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക്, അതായത് ഇന്ന് വരെ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്നും ഒരാളെ പുറത്താക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കുകയോ പോലും ചെയ്യേണ്ടി വന്നില്ലാത്ത ഒരു ഫാഷിസ്റ്റ് ദുരധികാരിക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൻ്റെ മന്ത്രിസഭയിൽ നിന്നും ഒരാളെ പുറത്താക്കേണ്ടി വന്നു എന്നുള്ളത് അത് പല രീതിയിലുള്ള അടരുകളുടെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നുണ്ട്. ഒന്ന്, BJP ഇത്രയും കാലം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ തങ്ങളുടെ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയും ഇറക്കിവിടുകയും ചെയ്ത ഭയത്തിൻ്റെ വലിയ ഒരു കമ്പിളിപ്പുതപ്പിന്, ഒരു കരിമ്പടത്തെ ഇന്ത്യൻ ജനത വലിച്ചെറിയുകയും കുതറിക്കളയുകയും ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജന്തർ മന്ദിറിലെ പ്രക്ഷോഭകാലത്ത് മുഴുവൻ നരേന്ദ്രമോദി എന്ന ഫാഷിസ്റ്റ് ചരിത്രത്തിൻ്റെ മുമ്പിൽ ഒരു കോമാളിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഇന്ത്യയിലെ ജനതയ്ക്ക്, ഇന്ത്യയിലെ യുവാക്കൾക്ക് മടിയില്ലാതെ വന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിമിനലുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഗുജറാത്ത് കലാപത്തിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ ഭരിക്കുമ്പോൾ മറ്റേത് ക്രിമിനലുകളെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് വംശഹത്യയുടെ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടേണ്ട മനുഷ്യരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിലേറെ വലിയ ഏത് ക്രിമിനലിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ കുട്ടിയെ കൊല്ലുകയും ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട 11 പേരെ ശിക്ഷയിൽ ഇളവ് ചെയ്ത് BJP സർക്കാർ പുറത്തുവിട്ടപ്പോൾ അതിൽ താനൊരു തെറ്റും കണ്ടില്ലെന്ന് പറഞ്ഞ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാന് പകരം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആൾ. പിന്നെ ഏത് ക്രിമിനലുകളെ കുറിച്ചും ഏത് ജനാധിപത്യ വിരോധികളെ കുറിച്ചുമാണ് പിന്നീട് നിങ്ങൾ പറയേണ്ടത്? ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ NTA എന്ന് പറയുന്നത്, അതിപ്പോൾ ശിവദാസൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കൂടി പറയാണ്, എന്തുകൊണ്ടാണ് NTA ഇല്ലാതാക്കേണ്ടത്? NTA എന്ന് പറയുന്നത് കേവലമായ ഒരു പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിൻ്റെ പരാജയം മാത്രമല്ല, അത് ഒരു പാർലമെന്റ് ആക്ട് പോലും ഇല്ലാതെ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിന് ആരും അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ മുഴുവൻ പല രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായ മറ്റൊരു സംവിധാനമാണത്. അത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംവിധാനത്തിന് മുകളിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഫെഡറൽ അധികാരത്തിന് മുകളിൽ കയറ്റിവെച്ച ഈ വൺ നേഷൻ വൺ പാർട്ടി വൺ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ സംവിധാനത്തെയും ഒരു ഏകശിലാ രൂപത്തിലേക്ക് കുത്തകവൽക്കരിക്കുകയും മൊണോപ്ലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നുകൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് NTA പിരിച്ചുവിടുക എന്നുള്ളത് കൂടി കൃത്യമായി ഈ വിദ്യാഭ്യാസ സമരത്തിന്റെ ആവശ്യമാകുന്നത്. ശരി, VS ജിതിൻ ദേവ്, മൗലികമായ വിഷയം എന്താ? ഈ ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞിട്ട് ചോദ്യപേപ്പർ ചോർത്തിയവന് 5 കൊല്ലത്തിന് പകരം 10 കൊല്ലം ശിക്ഷ കൊടുത്താലോ, ഇപ്പോഴത്തെ 10 ലക്ഷത്തിന് പകരം 50 ലക്ഷം പിഴ ഈടാക്കിയാലോ എന്താണ് കാര്യം? പരീക്ഷാ സിസ്റ്റം അവിടെ തകർന്നു കിടക്കല്ലേ? നേരത്തെ നോക്കുമ്പോൾ നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്ത് NTA ഇല്ലല്ലോ, നീറ്റ് ഇല്ലല്ലോ. അന്ന് സംസ്ഥാനങ്ങൾക്ക് എക്സാമിനേഷനുകളുണ്ട്, എൻട്രൻസ് പരീക്ഷകളുണ്ട്, യൂണിവേഴ്സിറ്റികൾക്ക് പരീക്ഷകളുണ്ട്. അപ്പോൾ ഞാനൊക്കെ പല യൂണിവേഴ്സിറ്റികളുടെ പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള ആളാണ്. ജാമിയ മില്ലയിലേക്ക് എഴുതാം, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് നമുക്ക് പരീക്ഷ എഴുതാം. ഇതിനൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇതിനെ സമ്പൂർണ്ണമായും സെൻട്രലൈസ് ചെയ്ത് എല്ലാം സെൻട്രലൈസ്ഡ് ആവണം എന്ന നിലയിൽ നീറ്റ് പോലത്തെ പരീക്ഷകൾ വരുന്നു, പൊതു യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഈ സെൻട്രലൈസേഷന്റെ കുഴപ്പമാണല്ലോ ആത്യന്തികമായി സംഭവിച്ചത്. അത് അഡ്രസ്സ് ചെയ്യാതെ 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അഭിലാഷേ, നമ്മുടെ രാജ്യം കുറെ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമൊന്നുമല്ല. ഈ അങ്ങേ പോലുള്ളവർ ഇത്രത്തോളം ഈ പ്രാദേശികവാദം ഉയർത്തി വാദിക്കുന്നത് കോർ എന്താണെന്ന് ജാമിയ മില്ലയുടെയോ ജവഹർലാൽ നെഹ്റുവിന്റെയോ എക്സാം എഴുതാൻ എന്ത് പ്രാദേശികവാദം കേരളത്തിൽ നിന്ന് എഴുതാമായിരുന്നു. നിങ്ങൾ എന്താണ് സാർ, ഞാൻ ഒരു വാക്ക് പ്രാദേശികവാദമല്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ 2004 മുതൽ 2026 വരെ
2004 മുതൽ 2026 ഞങ്ങളുടെ മാത്രമല്ല 2004 മുതൽ 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിന്റെ കണക്കെടുത്ത് തരാം. എത്ര സംസ്ഥാനങ്ങളിൽ നടത്തിയ എക്സാം ഉണ്ടെന്ന് അറിയോ? കേരള PSC നടത്തുന്ന എക്സാം ചോരുന്നത് സെൻട്രലൈസ്ഡ് സംവിധാനമായിട്ടാണ്. പഞ്ചാബിൽ ചോർന്നത് സെൻട്രലൈസ്ഡ് സംവിധാനമായിട്ടാണ്. ജമ്മു കാശ്മീരിൽ ചോർന്നത് സെൻട്രലൈസ്ഡ് സംവിധാനമായിട്ടാണ്. കർണാടകയിൽ ചോർന്നത് സെൻട്രലൈസ്ഡ് സംവിധാനമായിട്ടാണ്. ഒന്നുമല്ല, ഇതിനകത്ത് ആവശ്യം വേണ്ടത് നടപടികളാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉൾപ്പെടെ ബോധപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ടാസ്ക് ഫോഴ്സിനെ ഇന്ന് ഗവൺമെന്റ് രൂപീകരിച്ചു. 6 പ്രധാനപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികളുടെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചുകൊണ്ട് നടത്താൻ പോവുകയാണ്, ഒരു പഠനം നടത്താൻ പോവുകയാണ്. നോക്കൂ, ഈ നീറ്റ് റീ എക്സാം എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാൾ പ്രാക്ടീസസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേപ്പർ ലീക്കിനെ സംബന്ധിച്ചോ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് സെൻട്രലൈസ് ചെയ്തുകൊണ്ടൊന്നുമല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്ന പരീക്ഷാ മാഫിയകൾ എല്ലാ സംസ്ഥാനത്തുമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവമായി പരിശ്രമം നടത്തുന്ന മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ കർശനമാക്കുന്നത്. അതുകൊണ്ടെങ്കിൽ രാജ്യത്ത് നിയമങ്ങളൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഇല്ലാതാകുമോ എന്ന് ചോദിച്ചാൽ നിയമമൊന്നും വേണ്ടേ? എല്ലാവരും ചുമ്മാതെ പറഞ്ഞു വിട്ടാൽ ആരെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ കുറ്റം ചെയ്തോടെ എന്ന് ചോദിച്ചിട്ട് വിട്ടാൽ മതി. അല്ല, കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ കുറ്റം ചെയ്യാനുള്ള വാസന അല്ലെങ്കിൽ കുറ്റം ചെയ്യാനുള്ള ശ്രമം ഇല്ലാതാകുന്നത്. ആ തരത്തിൽ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കർശനമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതിനാണ് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. അതിനെ നിങ്ങൾ ബോധപൂർവം വിസ്മരിക്കാൻ ശ്രമിക്കരുത്. 2, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എഴുതുന്നു. രണ്ടാമത്തെ കാര്യം, വസന്തിനോട് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു ഈ 158 ഞാൻ അത് വിടുകയാണ്. കാരണം വസന്ത് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. 158 ചോദിച്ചു. അദ്ദേഹം വേറെ ഒരു ലിസ്റ്റുമായിട്ടാണ് വന്നത്. പക്ഷേ ആ ലിസ്റ്റ് പരിശോധിച്ച വസന്ത് കേരള PSCയുടെ എക്സാമിന്റെ കണക്ക് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. NDA എക്സാമിനകത്ത് അത്രത്തോളം ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. മേജറായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത് 2-3 ലീക്കിനെ സംബന്ധിച്ചാണ്, പേപ്പർ ലീക്കിനെ സംബന്ധിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കണം. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന സംഖ്യ വെറുതെ ഊതി വീർപ്പിച്ച ബലൂൺ പോലുള്ള ഒരു സംഖ്യയാണ്. അത് രാഹുൽ ഗാന്ധി ഓരോ കാലഘട്ടത്തിലും ഓരോ സംഖ്യ പറയുന്നതിന്റെ ഭാഗമാണ്. അങ്ങേപ്പോഴുള്ളത് അത് വിശ്വസിച്ച് പറയുന്നത്. പിന്നെ മറ്റൊരു മഹാൻ, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയരുതെന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ചർച്ചയിൽ പറയരുതെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നത്. നോക്കൂ, ഈ രാജ്യത്ത് നിശ്ചയിച്ച രാജ്യത്ത് ആര് എന്ത് മറുപടി പറയണം, ആര് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട സമയം ചുമ്മാ എന്തോന്ന് വസന്ത് ഇത് എന്താണ് വസന്ത്? പിന്നെ ഈ രാജ്യത്ത് നിങ്ങൾ പറയുന്ന NDAയുടെ എക്സാം ചോറിന്റെ കഥ ഇങ്ങോട്ട് പറഞ്ഞ എനിക്ക് ഞാൻ കേൾക്കട്ടെ. അപ്പൊ പിന്നെ മറ്റൊരു മഹാൻ വന്നിട്ട് പറയുകയാണ് ഫാസിസ്റ്റ് ആണ്. നോക്കൂ, ഈ രാജ്യത്ത് നിങ്ങൾ പറഞ്ഞതാണോ? സമയം കഴിയുന്നു. അല്ല, ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി. ഒരു മിനിറ്റ് വസന്ത്, ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്നൊക്കെ ഏതോ ഒരു തലച്ചോറ് വാടക കൊടുത്ത മഹാൻ വീണ്ടും അതിനോട് പറയുകയാണ്. ഈ രാജ്യത്ത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് സാർ രാജ്യം ഭരിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഫാസിസ്റ്റ് ആയിട്ട് നോക്കുന്നെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ നിങ്ങൾ ഫാസിസ്റ്റ് ആയിട്ട് കാണുന്നത്. നിങ്ങൾ ബുർഹാൻ വാണിയെ പോലുള്ള തീവ്രവാദികളെ ആദരിച്ചും ബഹുമാനിച്ചും പാദപൂജ ചെയ്തും പോകുന്ന നിങ്ങളെ പോലുള്ളവർക്ക് ഒരു വാക്കുകൊണ്ട് പോലും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിർബാധം തുടർന്നോളൂ. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ പുതിയ തലമുറയിലെ കുട്ടികൾ രാഷ്ട്രീയ ആയുധങ്ങളുമായി ഇറങ്ങി ഇന്ന് കുട്ടികൾ തിരിച്ചു പറയുന്നത്. ഒരു അര മിനിറ്റ് ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, ജർമ്മനിയിൽ ഹിറ്റ്ലറും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയായിരുന്നു. അത് മറന്നു പോകരുത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ് ലോകത്തിനാകെ വെല്ലുവിളിയായി മാറിയിട്ടുള്ള ഫാസിസത്തിന്റെ മുഖമായിട്ടുള്ള മനുഷ്യനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് നാം കാണുന്നത്. പാർലമെന്റിലെ വളരെ നന്ദി എല്ലാവർക്കും. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.